കായലിൻ്റെ ഓളപ്പരപ്പിലൂടെ കുട്ടനാടിൻ്റെ ഉൾഭാഗത്തേക്കൊരു യാത്ര. കൈനേരി ഉൾഭാഗത്തേക്കുള്ള സ്ഥലങ്ങളാണ് ഈ കാണുന്നതെല്ലാം. കൈനേരി വലിയ കായലിൽ നിന്നും വേനാട്ട് കാടിലേക്ക് പോകുന്ന ചെറിയ കനാലാണിത്. ഇരുവശത്തും പാടങ്ങളും തെങ്ങുകളും ഒക്കെ കൊണ്ട് സമൃദ്ധമായ ഒരു നാട്. വീടുകളുണ്ടെങ്കിലും വീടിൻ്റെ വാതിക്കൽ തന്നെ ചെറിയ തോണികളുമുണ്ട്. അപ്പോൾ നമ്മുടെ മിനി ഹൗസ് ബോട്ട് ഇതാ ഈ കനാലിലൂടെ വലിയ കായലിലേക്ക് പോവുകയാണ്. വളരെ മനോഹരമാണ് ഈ ഒരു പ്രദേശം. കണ്ടില്ലേ, ആ ഒരു പാലവും അതിനടിയിലൂടെ വരുന്ന നമ്മുടെ ബോട്ടും എന്ത് മനോഹരമാണല്ലേ കാണാൻ. തനി കുട്ടനാടൻ ഗ്രാമീണ പ്രദേശം. ഈ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരണമെങ്കിൽ നമ്മൾ കൈനേരി ബോട്ട് ജെട്ടിയിലെത്തുക. അവിടുന്ന് 5 രൂപ കടത്തിന് റേറ്റ് കൊടുത്തും നമുക്ക് ഇങ്ങോട്ടേക്ക് നടന്നു വരാൻ സാധിക്കും. കൂടാതെ നിങ്ങൾക്ക് ബോട്ടിലൂടെ കയറി ഈ പ്രദേശത്തുകൂടെ പോകണമെങ്കിൽ കൈനേരി ബോട്ട് ജെട്ടിയിലെത്തി അവിടുന്ന് വേണാട്ടുകാട് പോകുന്ന ബോട്ട് കയറുക. ആ ബോട്ടിൽ 8 രൂപ നിരക്കിൽ നിങ്ങൾക്ക് സുഖകരമായി ഈ ഒരു റൂട്ടിലൂടെ സഞ്ചരിക്കാൻ സാധിക്കും. ഈ ഒരു കനാൽ തീരുന്ന ഭാഗത്തായിട്ട് ഒരു അടിപൊളി പള്ളിയുണ്ട്. ഈ കാണുന്നതാണ് ആ പള്ളി. ഇനി ഇങ്ങോട്ടേക്ക് കുറച്ച് വിശാലമായിട്ടുള്ള ഒരു വലിയ കായലിലേക്ക് കയറുകയാണ്. ചുറ്റും തുരുത്തുകളാണ്. കണ്ടില്ലേ, ചെറിയ ദ്വീപുകൾ പോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാം. മിക്ക തുരുത്തുകളിലും ആൾതാമസമുണ്ട്. അവിടെയെല്ലാം വള്ളങ്ങളുമുണ്ട്. അതാണ് അവരുടെ പ്രധാന വാഹനം. ഈ പച്ചപ്പിനിടയിലൂടെ നമ്മുടെ ബോട്ട് പോകുന്നത് കണ്ടില്ലേ, ഭയങ്കര മനോഹാരിതയാണ് ഈ ഒരു സ്ഥലം. ഇവിടുത്തെ ആളുകളുടെയൊക്കെ പ്രധാന ഉപജീവന മാർഗം കൃഷിയും മീൻപിടുത്തവുമാണ്. പിന്നെ ഈ ഒരു സ്ഥലം കയറി ഈ വലിയ കായൽ കയറി അപ്പുറം ചെന്ന് കഴിഞ്ഞാൽ അവിടെ റിസോർട്ടുകളാണ്. പല പ്രമുഖന്മാരുടെയും സിനിമാ നടന്മാരുടെയും ഒക്കെ റിസോർട്ടുകൾ ഇവിടെ ഉണ്ട്. ബിജു മേനോൻ്റെയും ഗോപി സുന്ദറിൻ്റെയും ഒക്കെ സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒത്തിരി കുട്ടനാടിനെ പശ്ചാത്തലമാക്കിയിട്ടുള്ള സിനിമകളും ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ കൈനേരിയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു 400 രൂപ റേറ്റിലൊക്കെ നമുക്ക് ഷിക്കാരി വള്ളത്തിൽ വേണാട്ടുകാടൊക്കെ എത്തിച്ചേരാം. ഈ ഒരു റേറ്റ് സീസൺ അനുസരിച്ചും ആളുകളുടെ എണ്ണം അനുസരിച്ചും ഒക്കെ മാറാം. പിന്നെ കായലൊക്കെ മൊത്തത്തിൽ കറങ്ങാനൊക്കെ ആണെങ്കിൽ അതിന് മണിക്കൂർ റേറ്റ് ഉണ്ട്. അത് വ്യത്യാസം ഉണ്ടാവും ഇതിനേക്കാൾ. അല്ലെങ്കിൽ ഏറ്റവും ഉചിതം എന്ന് പറയുന്നത് സാധാരണ സർക്കാർ ബോട്ടിൽ കയറുക. ആലപ്പുഴയിൽ നിന്നും കൈനേരിയിൽ നിന്നും ഒക്കെ ബോട്ട് ലഭിക്കുന്നതാണ്. വളരെ കുറഞ്ഞ റേറ്റിൽ, ഏറ്റവും മിനിമം ചാർജ് 8 രൂപയാണ് അതിനകത്ത്. സ്റ്റോപ്പ് അനുസരിച്ചും മറ്റുള്ള വള്ളങ്ങളുടെ റേറ്റ് അനുസരിച്ചും നമുക്ക് സുഖകരമായിട്ട് തുച്ഛമായിട്ടുള്ള റേറ്റിൽ നമുക്ക് ഗവൺമെൻറ് സർവീസ് ബോട്ടുകളിൽ ഈ കായലുകൾ ചുറ്റിക്കാണാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സിനിമാ നടൻ ദിലീപിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഇതിപ്പം എനിക്ക് തോന്നുന്നു കാട് പിടിച്ചൊക്കെ കിടക്കുകയാണ്, ആരും നോക്കാനില്ലാതെ എന്നാണ്. ആ ഒരു അവസ്ഥയാണിത്. രാവിലെ അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞുള്ള സമയങ്ങളിൽ ഈ റൂട്ട് സഞ്ചരിക്കുന്നതാണ് ഏറ്റവും ഉചിതം. വെയിൽ കുറവുള്ള സമയങ്ങളാണത്. അതുകൊണ്ട് നല്ല സുഖകരമായിരിക്കും യാത്ര. ഇവിടേക്ക് വരണമെങ്കിൽ നമ്മുടെ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് കയറി അവിടെ നിന്ന് കൈനേരിക്കുള്ള വഴി വരിക. കൈനേരി ബോട്ട് ജെട്ടിയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് 2 വീലർ ആണെങ്കിലും 4 വീലർ ആണെങ്കിലും പാർക്ക് ചെയ്യാനുള്ള പെയ്ഡ് പാർക്കിംഗ് സംവിധാനം ഉണ്ട്. അവിടുന്ന് വേണാട്ടുകാട് പോകുന്ന റൂട്ട് ഗവൺമെൻറ് സർവീസ് ബോട്ട് കയറി കഴിഞ്ഞാൽ സുഖകരമായിട്ട് ഈ റൂട്ടിലേക്ക് എത്തിച്ചേരാം. അല്ലെങ്കിൽ അവിടുന്ന് കടത്തുവള്ളമുണ്ട്. ആ കടത്തുവള്ളത്തിൽ 5 രൂപ കൊടുത്തു കഴിഞ്ഞാൽ തൊട്ടിപ്പുറത്തെ കരയിലെത്തും. അവിടുന്ന് നടന്ന് നമുക്ക് ഈ വരമ്പിലൂടെയൊക്കെ നടക്കാൻ സാധിക്കും. കൂടാതെ ഉച്ച സമയത്താണ് വരുന്നതെങ്കിൽ വേണാട്ടുകാട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചേച്ചിമാരുടെ കടയുണ്ട്. അവിടെ ചെന്ന് ഊണ് ലഭിക്കുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ സഞ്ചരിച്ച് നോക്കൂ. താങ്ക്